മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മക്കളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും അവരുടെ മരണം താങ്ങാൻ കഴിയാത്ത വേദനയാകും സമ്മാനിക്കുക. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപിനെ മകളുടെ വിയോഗം മാനസികമായി തളർത്തി കാണണം. തൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദികൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെന്നാണ് അയാൾ കരുതിയത്. അതോടെ ഡോക്ടർമാർക്ക് നേരെ പ്രതികാരം വീട്ടാനുള്ള കാത്തിരിപ്പ്. ഈ പകൽ സനൂപ് ആശുപത്രിയിലെത്തിയത് പക വീട്ടാൻ ഉറപ്പിച്ചാണ്. സൂപ്രണ്ടിനെ ലക്ഷ്യമിട്ടെത്തിയ യുവാവ് ഡോക്ടർ വിപിനെ വടിവാൾ കൊണ്ട് വെട്ടി. ഡോക്ടറുടെ പരിക്ക് സാരമുള്ളതല്ലെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ആശുപത്രിക്കുള്ളിൽ വെച്ച് ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എൻ്റെ മകളെ കൊന്നവനല്ലേടാ എന്ന ആക്രോശം, പിന്നാലെ കൈവശമുണ്ടായിരുന്ന കൊടുവാൾ ഉപയോഗിച്ച ആക്രമണം. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല. 2 മാസം മുൻപ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ വെട്ടിയത്. സാരമായി പരിക്കേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. മകൾക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ആശുപത്രി സൂപ്രണ്ടിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി സനൂപ് എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ സൂപ്രണ്ടിന്റെ മുറിയിൽ കാണാത്തതിനെ തുടർന്നായിരുന്നു ഡോക്ടർ വിപിനെ പ്രതി ആക്രമിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബാഗിൽ കരുതിയ കൊടുവാളുമായി രോഗി എന്ന വ്യാജേന സൂപ്രണ്ട് ഓഫീസിലെത്തിയ സനൂപ് ഡോക്ടറെ വെട്ടുകയായിരുന്നു. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ച മകൾക്ക് യഥാസമയം ചികിത്സ നിഷേധിച്ചെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാണ്. എൻ്റെ മോളൊക്കെ ഒന്നല്ലേ എന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആൻറ്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. ബാക്കി പിന്നെ സാറിൻ്റെ തലയ്ക്കാണ് കൊണ്ടത്. വേറെ വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ അയാളെ കയ്യിൽ കരുതിയിരുന്ന കൊടുവാളെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ തലയ്ക്ക് വെട്ടുകയാണുണ്ടായത്. താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഡോക്ടറെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. തലച്ചോറിന് ക്ഷതമില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല. തലയോട്ടിയുടെ പുറത്ത് ഭാഗത്ത് കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും. അവിടെ തലയോട്ടിയിലാണ് ആഴത്തിലുള്ള മുറിവാണ്. ആ സ്കാൽപ്പ് മുറിവുണ്ട്. അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട്. തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല. ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ്. ന്യൂറോ സർജറി ICUലാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് ജീവനക്കാർ പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്ന് KGMOA അറിയിച്ചു. ഡോക്ടർ വന്ദനാദാസിന്റെ മരണശേഷം സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നും KGMOA കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നാളെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള OP ബോയ്ക്കോട്ടിലേക്ക് നീങ്ങാണ്. സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിനെ പറ്റിയിട്ട് സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഉറപ്പ് സർക്കാർ പാലിക്കണം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. സർക്കാർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി IMAയും രംഗത്തെത്തി. KGMO ശക്തമായ രീതിയിൽ നാളെ പ്രതികരിക്കുന്നുണ്ട്. അതിനോട് ഞങ്ങൾ സഹകരിക്കുക ചെയ്യുന്നത്. KGMO ഞങ്ങളുടെ തന്നെ IMAയുടെ തന്നെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ഏത് പ്രശ്നമാണെങ്കിലും IMAയുടെ കൂടെ പ്രശ്നം തന്നെയാണ്. അതിനോട് ഞങ്ങൾ അവരെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ സഹകരിക്കുന്നു. KGMO പ്രസിഡന്റായിട്ട് പോയി കഴിഞ്ഞ കുറച്ച് നേരത്തെ സംസാരിച്ചുള്ളൂ. അവർ പറഞ്ഞ എങ്ങനെയാണ് ആ രീതിയിലാണ്. പിന്നെ ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ട്. DGP ഒക്കെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടറെ വെട്ടിയത് ആരോഗ്യമന്ത്രി വീണ ജോർജിനും ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുന്നതായി പ്രതി സനൂപ് പറഞ്ഞു.
വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു പ്രതികരണം. ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? മന്ത്രി വീണ ജോർജിനാ? ഓഗസ്റ്റ് 14-നാണ് സനൂപിന്റെ 9 വയസ്സുള്ള മകൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് 2 വട്ടം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് സനൂപ് ആരോപിച്ചിരുന്നു. മരണശേഷമാണ് കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ രോഗം സ്ഥിരീകരിച്ച സനൂപിന്റെ മകൻ ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായതിനെ തുടർന്ന് അടുത്തിടെയാണ് ആശുപത്രി വിട്ടത്. ന്യൂസ് 18 കോഴിക്കോട്. ഏറ്റുമാനൂരിലെ ജൈനമ്മയ്ക്കും ചേർത്തലയിലെ ബിന്ദു പത്മനാഭനും പുറമെ ഐഷ തിരോധാനത്തിന് പിന്നിലും സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ എന്ന് ഉറപ്പിക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്ത്. ഐഷയെ സെബാസ്റ്റ്യൻ വകവരുത്തിയത് 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണത്തിനും വേണ്ടിയാണെന്ന് അയൽവാസിയും ഐഷയുടെ സുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. 2012 മെയ് 13-ന് പണം വാങ്ങാൻ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്താൻ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഐഷ പോയെന്നും പിന്നീട് മടങ്ങി വന്നില്ലെന്നും സുഹൃത്ത് പറയുന്നു. ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ തന്നെ കാണാൻ വന്നെന്നും ഐഷയുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വീട്ടമ്മ വെളിപ്പെടുത്തി. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട ഐഷ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തേക്ക് വിടുന്നത്. അതിൽ ഈ കേസിൽ ഐഷ കൊല്ലപ്പെട്ടു എന്നും അത് സെബാസ്റ്റ്യൻ കൃത്യമായി പങ്കുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഐഷയുടെ സുഹൃത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഐഷയുടെ സുഹൃത്തും അയൽവാസിയുമായിരുന്ന സ്ത്രീയാണ്. അവർ ഐഷയെ കാണാതാകുന്ന 2012 മെയ് 13-ന് അന്നത്തെ ദിവസവും അതിന് മുൻപത്തെ ദിവസവും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഐഷയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തീർച്ചയായും മറ്റ് കേസുകളിലേതുപോലെ തന്നെ ഐഷ കേസിലും സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ പണമിടപാട് ഉണ്ടായിരുന്നു. റോസമ്മ വഴിയാണ് സെബാസ്റ്റ്യൻ ഐഷയെ പരിചയപ്പെടുന്നത്. പിന്നീട് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധത്തിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ് ഐഷയുടെ സുഹൃത്തു കൂടിയായ സ്ത്രീ വ്യക്തമാക്കുന്നത്. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് വീടിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം തിരികെ ചോദിച്ചതാണ് സെബാസ്റ്റ്യൻ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള നിഗമനമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഐഷ ഞങ്ങൾ അവിടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ഐഷ ഇയാളും കൂടെ തമ്മിൽ വഴക്കുണ്ടായി. സെബാസ്റ്റ്യനുമായിട്ട് വഴക്കുണ്ടായി. എത്ര മണിക്കായിരുന്നു അത്? അതൊരു 3 ഉച്ചയായിട്ടുണ്ട്. 2-2:30-3 മണിയായിട്ടുണ്ട്. താടിക്കെട്ട് തട്ടി ഐഷയുടെ കൂടെ പല്ല് കോർത്ത് പൊട്ടി. ഐഷയുടെ മുഖത്ത് ഇയാൾ ഇങ്ങനെ അടിച്ചപ്പോൾ പല്ല് തമ്മിൽ കൂട്ടി അടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പൈസ ഇടപാടായിരുന്നു എന്ന് പറഞ്ഞു. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് അതായത് ഭൂമിയുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച നടക്കാനിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ട് സെബാസ്റ്റ്യനുമായി ഐഷയുടെ വീട്ടിൽ വലിയ തർക്കം ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ഉണ്ടാകുന്നു. അതൊരു അക്രമത്തിലേക്ക് കലാശിക്കുകയും സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിക്കുകയും ചെയ്തു എന്ന് ദൃക്സാക്ഷിയായ ഈ സ്ത്രീ പറയുന്നു. അതിനോടൊപ്പം തന്നെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടുകൂടി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഐഷ നൽകിയ 2 ലക്ഷം രൂപയും 1.5 പവൻ മാലയും തിരികെ വാങ്ങുന്നതിനായി പോയ ഐഷയാണ് പിന്നെ എന്നേക്കുമായി ആർക്കും കാണാനാകാത്ത സാഹചര്യത്തിൽ തിരോധാനത്തിലേക്ക് അകപ്പെട്ടു പോയത്. ഈ സ്ഥലം അടുക്കാറായപ്പോഴാണ് ഇവർ തമ്മിൽ ഉടക്കിയത്. അതായത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ വഴക്ക് തുടങ്ങുന്നത് അല്ലേ? തുടങ്ങി ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അങ്ങോട്ട് പിറ്റേ ദിവസം തരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് സന്ധ്യ 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അയൽക്കൂട്ടം കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് കയറാമത്ത പോണത്. ഐഷ പോകുന്നത്. ഐഷ പൈസ വാങ്ങാൻ പോയതാണ്. പൈസ വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ എവിടെ പോണെന്ന് സെബാസ്റ്റ്യൻ അതായത് വെള്ളിയാഴ്ച സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നു പൈസ ശനിയാഴ്ച തരാന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച പൈസയ്ക്ക് പോയതാണ്. അവർ പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ ഐഷ തിരോധാനം ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അടക്കമുള്ള അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു. അതോടൊപ്പം തന്നെ ഐഷയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നത് എന്ന് പറയുന്നു. പല തവണ സെബാസ്റ്റ്യൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. വരുന്ന
ഘട്ടത്തിലെല്ലാം കാണാറുണ്ടായിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നു. റോസമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ ഐഷയിലേക്ക് ആ ബന്ധം മാറ്റിയതോടുകൂടി റോസമ്മയ്ക്കും ഐഷയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവർ സ്ഥിരീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ നേരിട്ടെത്തി അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ സ്ത്രീയെ ഐഷ തിരോധാനത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ നേരിട്ടെത്തി ഐഷയുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ ഐഷയുടെ ഗതിയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്, മകനെയും നിങ്ങളെയും ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണി 2 തവണ സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും അവർ പറയുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയല്ലേ, അപ്പൊ അയാൾക്ക് ഇതല്ലേ, അപ്പൊ അതിനെ പറ്റിയൊന്നും പറയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയല്ല, അല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടാക്കി കളയും എന്നൊക്കെ പറഞ്ഞു. മകനെ ഇല്ലാണ്ടാക്കും, തന്നെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ജോലി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞു. നേരത്തെ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട്, അതായത് അൺഡിക്റ്റേറ്റഡ് എന്ന് പോലീസ് എഴുതി തള്ളിയ കേസ്, റോസമ്മ എന്ന വ്യക്തിക്ക് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് നിർണായക പങ്കുണ്ട് എന്നുള്ള റോസമ്മ എന്ന വ്യക്തിയെ ന്യൂസ് 18 പുറം ലോകത്തേക്ക് എത്തിച്ച് അവരുടെ വാക്കുകൾ പുറം ലോകത്തേക്ക് എത്തിച്ചതോടുകൂടിയാണ് ഐഷ തിരോധാന കേസ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വീണ്ടും അൺഡിക്റ്റേറ്റഡ് എന്ന് എഴുതി തള്ളിയ കേസ് റീഓപ്പൺ ചെയ്യുന്നത്. ചേർത്തല പോലീസ് ഇപ്പോൾ ആ കേസ് കൊലപാതകമാണെന്ന കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മാത്രമല്ല റോസമ്മ നമ്മളോട് പറഞ്ഞ പല കാര്യങ്ങളിലും അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ്. റോസമ്മ വ്യക്തമാക്കിയത് ഐഷ തിരോധാനത്തിൽ റോസമ്മയ്ക്ക് ഐഷ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും അതിൽ വളരെ വിഷമമുണ്ടെന്നും റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഐഷ തിരോധാനത്തിന് ശേഷം റോസമ്മ ഐഷയുടെ മക്കളിൽ നിന്നും ഐഷ പണം നൽകാനുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പണം വാങ്ങുകയും അതോടൊപ്പം തന്നെ ഐഷയുടെ വീട്ടിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ അടക്കം അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് റോസമ്മ ന്യൂസ് 18നോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മയ്ക്ക് വിവരങ്ങളെല്ലാം തന്നെ അറിയാമെന്നും ഈ സ്ത്രീ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. അയാൾ നല്ല പൂസായിട്ട് നടക്കുകയായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത ഒന്നും അറിയാത്ത കൂട്ടി നടക്കുകയായിരുന്നു. വേറാമാത്താനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു റോസമ്മക്കും ഇല്ലായിരുന്നു, ഇയാൾക്കും ഇല്ല, ഒരു വിഷമവും ഇല്ല. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാന കേസുകൾ, ജൈനമ്മ തിരോധാന കേസുകൾ, ഈ കേസുകൾ ബിന്ദു പത്മനാഭൻ ജൈനമ്മ തിരോധാന കേസുകൾ എല്ലാം തന്നെ കൊലപാതക കേസായി പോലീസ് കൺവേർട്ട് ചെയ്യുകയും അതിനകത്ത് ആ വകുപ്പുകൾ ചേർത്ത് സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഐഷ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്ക് പോകുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഐഷയുടെ സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഐഷയെ ഉപദ്രവിക്കുന്നതടക്കം നേരിട്ട് കണ്ടു എന്നുള്ള വിവരം, അതുമാത്രമല്ല ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ നിങ്ങളെ കൂടി അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉൾപ്പെടെ സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുണ്ടായി എന്നുള്ള അതിനിർണായകമായ വിവരങ്ങളാണ് അവർ പങ്കുവച്ചത്. എന്തായാലും ഐഷ തിരോധാന കേസിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് നീങ്ങാൻ കഴിയത്തക്ക അതിശക്തമായ രീതിയിലുള്ള ഒരു സാക്ഷിമൊഴിയാണ് അന്വേഷണ സംഘത്തിനടക്കം ലഭ്യമായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തേക്ക് വിടുന്നതും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആദ്യം കസ്റ്റംസിന്റെ മിന്നൽ റെയ്ഡ്, പിന്നാലെ ഇഡിയും. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനം ഇന്ത്യയിലെത്തിച്ച കേസിൽ സിനിമാ താരങ്ങൾക്ക് കുരുക്ക് മുറുകുകയാണ്. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ വീടുകളിലും പൃഥ്വിരാജിന്റെ തോപ്പുംപടിയിലെ ഫ്ളാറ്റിലും അമിത് ചക്കാലക്കലിന്റെ വസതിയിലുമായിരുന്നു പരിശോധന. പിന്നീട് കണ്ടത് നാടകീയമായ രംഗങ്ങൾ. ഉച്ചയോടെ ഇഡിയുടെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ നിന്ന് ദുൽഖർ കൊച്ചിയിലെത്തുന്നു. കാർ വാങ്ങിയതിന് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് താരത്തെ വിളിച്ചു വരുത്തിയത്. ആഡംബര വാഹനങ്ങൾ വാങ്ങിയതിൽ മാത്രമല്ല കള്ളപ്പണ ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. തന്റെ വാഹനം വിട്ടു നൽകണമെന്ന ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇഡിയുടെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ. ഓപ്പറേഷൻ നുംകൂർ എന്ന ഭൂട്ടാൻ വാഹനക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് തുടങ്ങിവെച്ച അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഇഡി കൂടി എത്തിയിരിക്കുകയാണ്. കസ്റ്റംസ് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തുകയും പിന്നീട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ 1000-ഓളം വാഹനങ്ങൾ വിറ്റുവെന്ന് കണ്ടെത്തുകയും പിന്നീട് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞത് 38 വാഹനങ്ങൾ മാത്രമാകുകയും ചെയ്തു. ഇതിൽ നടന്മാർ അടക്കം ഉപയോഗിച്ച വാഹനങ്ങൾ ഈ ലിസ്റ്റിലേക്ക് വന്നതോടുകൂടിയാണ് ഈ കേസ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൽ നടൻ ദുൽഖർ സൽമാന് 4 വാഹനങ്ങൾ
വാഹനങ്ങളുണ്ടെന്നും അമിത് ചക്കാലക്കലിൻ്റെ പക്കലും വാഹനങ്ങളുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കർശനമാക്കിയിരുന്നു. ദുൽഖറിൽ നിന്ന് 3 വാഹനങ്ങൾ കണ്ടെത്തി പിന്നീട് ഒന്നുകൂടി കണ്ടെത്താനുണ്ട് എന്ന് കസ്റ്റംസ് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് ദുൽഖർ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതി എന്തുകൊണ്ടത് വ്യവസ്ഥകളോടെ വിട്ടുകൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെയാണ് EDയുടെ പരിശോധന ഉണ്ടാകുന്നത്. ED ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് 17 ഇടങ്ങളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമെല്ലാം തന്നെ പരിശോധനകളുണ്ട് എന്നതാണ് അറിയിച്ചിരുന്നത്. രാവിലെ 7 മണിയോടുകൂടിയ പരിശോധനകളായിരുന്നു. വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഇവിടെയുള്ള പൊന്നുരുന്നിയിലുള്ള ഇവിടെ ദുൽഖർ സൽമാൻ്റെ ഈ വസതിയിൽ ഇവിടെ പരിശോധനകൾ നടന്നു. രാവിലെ തുടങ്ങിയ പരിശോധന രാത്രി 8 മണിയോടുകൂടിയാണ് അത് അവസാനിക്കുകയും ചെയ്തത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തി എന്നത് തന്നെയാണ്. അത് ചെന്നൈയിൽ നിന്ന് ദുൽഖർ സൽമാനെ ഉച്ചയോടുകൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ദുൽഖറിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇതിൽ വിശദാംശങ്ങളടക്കം ശേഖരിച്ചുള്ള ഒരു പരിശോധനയിലേക്കടക്കം പോവുകയും ചെയ്തിരുന്നു. വിശദമായി ഇതിൽ ഫെമയുടെ നിയമലംഘനമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ കണ്ടെത്തിയിരുന്നത്. ഫെമ ചട്ടങ്ങളുടെ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ട് 3, 4 വകുപ്പുകൾ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ എന്താണ് ഈ വിദേശ നാണയ വിനിമയ ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ ലംഘിക്കുന്ന ഏത് രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. അത് അമിത് ചക്കാലക്കലിൻ്റെ കാര്യത്തിലും മറ്റ് നടന്മാരുടെയും ഇക്കാര്യത്തിൽ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരുടെ കാര്യത്തിലുമെല്ലാം തന്നെ ഇത്തരം പരിശോധനകൾ നടക്കും. പ്രധാനമായും തന്നെ അമിത് ചക്കാലക്കലും ദുൽഖറും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളിലുമെല്ലാം ഇത്തരം പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനയാണ് ഇന്ന് അവസാനിച്ചത്. രാവിലെ 7 മുതൽ തുടങ്ങിയ പരിശോധന രാത്രി 8 മണിക്ക് അവസാനിപ്പിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഏതായാലും വൈകാതെ ഇക്കാര്യങ്ങളിൽ ഇനി എന്ത് എന്ന കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോക്ക് ഇനിയും ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ED ഉദ്യോഗസ്ഥരടക്കമുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കും. കസ്റ്റംസും ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടി വൻ കവർച്ച. കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 5 അംഗ സംഘം തോക്കു ചൂണ്ടിയാണ് പണം കൊള്ളയടിച്ചത്. കവർച്ചാ സംഘത്തിന് സഹായം നൽകിയ വടുതല സ്വദേശി സജിയെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പണം ഇരട്ടിപ്പിക്കൽ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. സജിയുടെ നിർദ്ദേശപ്രകാരം ആസൂത്രിതമായാണ് 5 അംഗ സംഘം കവർച്ചയ്ക്കെത്തിയതെന്നാണ് സൂചന. വൈകിട്ട് 3:15 കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ 5 അംഗ സംഘം എത്തിയത്. നമ്പർ പ്ലേറ്റ് മറച്ച കാറിൽ എത്തിയ സംഘം സ്ഥാപന ഉടമയ്ക്കും ജീവനക്കാർക്കും നേരെ തോക്കു ചൂണ്ടി കവർച്ച നടത്തുകയായിരുന്നു. കൊച്ചി സ്വദേശി സുബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്ഥാപനം നഷ്ടത്തിലായതിനാൽ പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് വടുതല സ്വദേശി സജി കഴിഞ്ഞ ദിവസം സുബിനെ സമീപിച്ചിരുന്നു. 80 ലക്ഷം രൂപ നൽകിയാൽ 1 കോടി രൂപയാക്കി ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞാണ് സജി എത്തിയത്. അങ്ങനെ സജിക്ക് നൽകാനായി സുബിൻ 80 ലക്ഷം രൂപ കടയിൽ സൂക്ഷിച്ചിരുന്നു. ഈ പണമാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കവർച്ച നടത്തിയത്. നമ്പർ പ്ലേറ്റ് മറച്ച കാറിലെത്തിയവർ തോക്കു ചൂണ്ടി ഓഫീസിൽ സൂക്ഷിച്ച പണം കൊള്ളയടിക്കുകയായിരുന്നു. കവർച്ച നടത്തിയ സംഘത്തിൽ സജി ഇല്ലെന്നാണ് വിവരം. എന്നാൽ സുബിന്റെ കൈവശം പണം ഉള്ളതായി സജിക്ക് മാത്രമാണ് അറിവുള്ളത്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം കവർച്ചയ്ക്കെത്തിയതെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അനധികൃത പണമിടപാട് സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. 1 പവൻ സ്വർണത്തിനിപ്പോൾ വില 1 ലക്ഷത്തോടടുക്കുന്നു. ഇതോടെ നമ്മൾ കവർച്ചാ സംഘങ്ങളെ പേടിക്കേണ്ട സമയമാണ് കേട്ടോ. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. പത്തനംതിട്ട പന്തളത്ത് വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നത് അടുക്കള വാതിൽ കുത്തി തുറന്നാണ്. സമീപത്തെ 3 വീടുകളിലും മോഷ്ടശ്രമമുണ്ടായി. പന്തളം കൂരമ്പാല സ്വദേശിനി രജിതയുടെ ആഭരണങ്ങളാണ് മോഷ്ടിച്ചത്. 2.25 പവന്റെ മാലയും 2 പവന്റെ കൊലുസുകളും നഷ്ടമായെന്നാണ് പരാതി.
ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. പന്തളം കുരമ്പാല സ്വദേശി ദിനേഷ് കുമാറിന്റെ ഭാര്യ രജിതയുടെ ആഭരണങ്ങളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. 2.25 പവന്റെ മാലയും സ്വർണ്ണക്കുലുസും നഷ്ടമായി. തുടർന്ന് അയൽവാസികളായ വിനോദ് കുമാർ, ഗോപിനാഥക്കുറുപ്പ്, ശ്രീകുമാർ എന്നിവരുടെ വീടുകളിലും മോഷണ ശ്രമം നടന്നു. ഈ വീടുകളുടെ അടുക്കളവാതിലിന് പുറത്തായി ഇരുമ്പ് പട്ട സ്ഥാപിച്ചിരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. ദിനേഷ് കുമാറും കുടുംബവും മൂകാംബിക യാത്ര കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈകിട്ടാണ് മടങ്ങിയെത്തിയത്. യാത്രാക്ഷീണം കാരണം ഇവർ നല്ല ഉറക്കത്തിലായിരുന്നു. കാലിൽ ആരോ തൊടുന്നതായി തോന്നിയ രജിത ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. രജിതയുടെ ആഭരണങ്ങളുമായാണ് മോഷ്ടാക്കൾ കടന്നത്. മാതാവ് ഓമനയമ്മ തൊട്ടടുത്ത മുറിയിലാണ് കിടന്നത്. ഇവരുടെ മാലയൂരി ഇതേ മുറിയിൽ മേശപ്പുറത്ത് വെച്ചിരുന്നെങ്കിലും ഈ മുറിയിൽ മോഷ്ടാക്കൾ കയറിയില്ല. അലമാരയും മേശപ്പുറത്തിരുന്ന ബാഗും മോഷ്ടാക്കൾ തുറന്നെങ്കിലും ഒന്നും നഷ്ടമായില്ല. SI അനീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരാളോട് ഇഷ്ടവും പ്രണയവും തോന്നാം. എന്നാൽ പ്രണയബന്ധങ്ങളിൽ ജാഗ്രത കാട്ടിയില്ലെങ്കിൽ പല ചതികളിലും നിങ്ങൾ അകപ്പെട്ടേക്കാം. ഇടുക്കിയിൽ 17കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് KSEB താൽക്കാലിക ജീവനക്കാരനാണ്. പ്രണയം നടിച്ച് പെൺകുട്ടിയെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. കേസിൽ പ്രതി കഞ്ഞിക്കുഴി സ്വദേശി മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂളിലെ കൗൺസിലിംഗിലാണ് +2 വിദ്യാർത്ഥിനി പീഡന വിവരം വെളിപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് കഞ്ഞിക്കുഴി KSEBയിലെ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിലായത്. കണിയാംപൊയ്കയിൽ 35കാരൻ മനു വിജയനെ കഞ്ഞിക്കുഴി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ വ്യത്യാസത്തെ തുടർന്ന് സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിൽ അധ്യാപകർ പീഡന വിവരം മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് കഞ്ഞിക്കുഴി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സ്കൂൾ വിട്ടു വരുന്നതിനിടെ കുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. മദ്യലഹരിയും അതിലൂടെ പൊട്ടിപ്പുറപ്പെടുന്ന ക്രൂരതയും ഒട്ടേറെ മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. കൊല്ലം പുത്തൂരിൽ കഴിഞ്ഞ ദിവസം യുവാവിനെ കൊലപ്പെടുത്തിയത് മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ്. പുത്തൂർ സ്വദേശി ഗോകുലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലുള്ള പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഗോകുലിന്റെ സഹോദരൻ രാഹുൽ ഉൾപ്പെടുന്ന സംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന. തിങ്കളാഴ്ച വൈകിട്ട് അഖിലും ഗോകുൽനാഥിന്റെ സഹോദരൻ രാഹുലും ചേർന്ന് മദ്യപിക്കുകയും ഇടവട്ടത്തെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. അനുജൻ മദ്യപിച്ചതിനെ ചൊല്ലി ഗോകുൽജിനാഥ് അഖിലിനെ ചോദ്യം ചെയ്തു. ഇരുവരും തമ്മിൽ വാക്കേറ്റവും അസഭ്യം പറച്ചിലുമുണ്ടായി. അവിടെ നിന്നും മടങ്ങിപ്പോയ അഖിൽ സഹോദരൻ അരുണുമായി ചേർന്ന ഗോകുൽജിനാഥിനെ ഫോണിൽ വിളിച്ച് ജയന്തി ഉന്നതിയിലേക്ക് വരുത്തുകയായിരുന്നു. ബൈക്കിൽ സ്ഥലത്തെത്തിയ ഗോകുലിനെ ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. അവശനായ ഗോകുലിനെ ഓടിക്കൂടിയ നാട്ടുകാരിൽ ഒരാളും മർദ്ദിച്ച അരുണും ചേർന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ എത്തിയ ശേഷം ഗോകുലിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ അരുൺ ഓട്ടോയിൽ കടന്നു കളഞ്ഞു. ഓട്ടോറിക്ഷയിൽ പുല്ലാമലയിലെത്തിയ ശേഷം ബൈക്കിലെത്തിയ അഖിലിനോടൊപ്പം ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു. ഗോകുലിന്റെ തലയിലും നെഞ്ചിലുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയെല്ലുകൾ പൊട്ടുകയും ശ്വാസനാളത്തിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷത്തിലേർപ്പെട്ടവരുടെ പേരിൽ എഴുകോൺ, പുത്തൂർ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളുണ്ട്. പുത്തൂർ SHO ബാബുക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി.
ന്യൂസ് 18 കൊട്ടാരക്കര. ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ പൂട്ടാൻ ഉറച്ചാണ് അന്വേഷണ സംഘം. ചോദ്യാവലി തയ്യാറാക്കിയാണ് ക്രൈംബ്രാഞ്ച് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും വധഭീഷണി മുഴക്കുന്നതുമായ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. പ്രതിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച അന്വേഷണ സംഘം പ്രതിയെ തിരുവനന്തപുരത്തെ ഫോറൻസിക് വിഭാഗത്തിന് മുൻപാകെ ശബ്ദപരിശോധനയ്ക്ക് വിധേയനാക്കി. 4 ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ കോടതി അനുവദിച്ചിട്ടുള്ളത്. DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുന്നതിന് മുന്നോടിയായി പ്രതിയുടെ രക്തം, മുടി, നഖം ഉൾപ്പെടെ സാമ്പിളുകൾ ശേഖരിച്ചു. അതുല്യയുടെ ശരീരത്തിലെ മുറിപ്പാടുകളിൽ നിന്ന് ശേഖരിച്ച ശകലങ്ങളിൽ പ്രതിയുടേതായി ശരീര സ്രവങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കൊലപാതകത്തിലേക്കോ ആത്മഹത്യാ പ്രേരണയിലേക്കോ നയിക്കാൻ തെളിവായി കരുതുന്ന പ്രധാന ദൃശ്യങ്ങളിൽ കേൾക്കുന്ന ശബ്ദം പ്രതി സതീഷിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാനാണ് തിരുവനന്തപുരം FSLൽ സതീഷിനെ ഹാജരാക്കി ശബ്ദപരിശോധന പൂർത്തിയാക്കിയത്. അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും വധഭീഷണി മുഴക്കുന്നതുമായ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ചോദ്യാവലി വെച്ച് DYSP വഹാബിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു. മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ജൂലൈ 19-നായിരുന്നു അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജയിലെയും നാട്ടിലും നടന്ന പോസ്റ്റ്മോർട്ടത്തിലും തൂങ്ങി മരണമെന്നായിരുന്നു കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സതീഷിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതും. അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെയും ഫോട്ടോയുടെയും ശാസ്ത്രീയ പരിശോധനാഫലം കോടതിയിൽ വലിയ തെളിവായതോടെയായിരുന്നു സതീഷിന്റെ ജാമ്യം റദ്ദ് ചെയ്തത്. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സതീഷിനെ അറസ്റ്റ് ചെയ്തതും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയതും. ന്യൂസ് 18 കൊല്ലം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ന്യൂമാഹി ഇരട്ടക്കൊലപാതക കേസിൽ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടായിട്ടും പ്രതികൾ എങ്ങനെയാണ് കുറ്റവിമുക്തരായത്? RSS പ്രവർത്തകരായ വിജിത്തിനെയും ഷിനോജിനെയും ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ കേസാണ്. എന്നാൽ മുഴുവൻ പ്രതികളെയും തലശ്ശേരി കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും അടക്കം 14 CPM പ്രവർത്തകരെയും വെറുതെ വിട്ടത്. 2010 മെയ്യിലാണ് വിജിത്തിനെയും ഷിനോജിനെയും ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം സമീപത്തെ ആട് ഫാമിന്റെ വളപ്പിൽ വെച്ച് വെട്ടിക്കൊന്നത്. RSS പ്രവർത്തകരായ പള്ളൂർ സ്വദേശിയായ വിജിത്ത്, ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. പ്രതിപട്ടികയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കോടതി വെറുതെ വിട്ടു. 16 പേരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 2 പേർ നേരത്തെ മരിച്ചു. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരടക്കമുള്ളവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കാനായില്ലെന്നും പ്രതികൾക്ക് കേസിൽ നേരിട്ട് പങ്കില്ലെന്നും കണ്ടെത്തിയാണ് വെറുതെ വിട്ടത്. 2010 മെയ് 28-നാണ് പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ച് കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കവേ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം RSS പ്രവർത്തകരായ വിജിത്തിനെയും ഷിനോജിനെയും വെട്ടിക്കൊന്നുവെന്നാണ് കേസ്. T സുജിത്, NK സുനിൽകുമാർ, TK സുമേഷ്, KK മുഹമ്മദ് ഷാഫി, TP ഷമീൽ, AK ഷമ്മാസ്, KK അബ്ബാസ്, രാഹുൽ, വിനീഷ്, VP വിജിത്ത്, K ഷിനോജ്, സരീഷ്, ഫൈസൽ, TP സജീർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. പ്രോസിക്യൂഷനു വേണ്ടി P പ്രേമരാജനും പ്രതിഭാഗത്തിനായി അഭിഭാഷകരായ CK ശ്രീധരൻ, K വിശ്വൻ എന്നിവരാണ് ഹാജരായത്. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയവേ പരോളിലിറങ്ങിയ കൊടിസുനി ഈ കേസിൽ വിചാരണ നടപടിക്കെത്തിയിരുന്നു. ഇതിനിടെ ഹോട്ടലിലെ പാർക്കിംഗ് സ്ഥലത്ത് സഹതടവുകാരോടൊപ്പം മദ്യപിക്കുന്ന CCTV ദൃശ്യം വിവാദമായിരുന്നു. തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കൊടിസുനി വിചാരണ നടപടി പൂർത്തിയാക്കിയത്.
ന്യൂസ് 18 കണ്ണൂർ. ഈ നാട്ടിൽ ആർക്കും സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ ചില സമരങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറുന്നത് അംഗീകരിക്കാനാവില്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാണ് അതിരുവിടുന്നത്. കോട്ടയം പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ SFI മാർച്ചിനിടെ ബസ് ജീവനക്കാർക്ക് നേരെ ക്രൂരമർദ്ദനമുണ്ടായി. കൺസെഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തി നടത്തിയ മാർച്ചിനിടയിലായിരുന്നു സംഘർഷം. സ്വകാര്യ ബസ് ജീവനക്കാരനെ പോലീസിന്റെ മുന്നിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പാലാ നഗരഹൃദയത്തിലെ കൊട്ടാരമറ്റം സ്റ്റാൻഡിലാണ് ബസ് ജീവനക്കാരെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. SFI മാർച്ച് നഗരത്തിലെത്തിയതിന് പിന്നാലെയായിരുന്നു സംഘർഷം. വിദ്യാർത്ഥിക്ക് കൺസെഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരുമായി തർക്കം രൂപപ്പെട്ടിരുന്നു. CPM ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ ഇടപെട്ട് ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിച്ചതായാണ് വിവരം. ഇതിനിടെയാണ് SFI പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിലെത്തിയപ്പോൾ പോലീസ് സാന്നിധ്യത്തിൽ തന്നെ പ്രവർത്തകർ ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ചു. കുഴിത്തോട്ട് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. ബസ്സുകളിലെ കണ്ടക്ടർമാരായ ജോബിൻ, ദീപു, ഡ്രൈവർ മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. CPM ഉന്നത നേതാക്കൾ സ്ഥലത്ത് നിൽക്കെയായിരുന്നു SFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. ന്യൂസ് 18 കോട്ടയം. മികച്ച വിദ്യാഭ്യാസവും സാമാന്യം പണവും സ്വത്തുമൊക്കെയുണ്ട്. കാറിലും ബൈക്കിലുമാണ് യാത്ര. കണ്ടാൽ മാന്യന്മാരെന്നേ തോന്നൂ. എന്നാൽ മലപ്പുറം ചുങ്കത്തറ സ്വദേശി തോമസിന്റെയും സഹോദരൻ മാത്യുവിന്റെയും പണി കവർച്ചയും കഞ്ചാവ് കച്ചവടവുമാണ്. മോഷ്ടിച്ച ബൈക്കിൽ കറങ്ങി നടന്ന് വഴിയാത്രക്കാരുടെ സ്വർണം തട്ടിയെടുക്കുന്നതാണ് രീതി. കവർച്ച ചെയ്യുന്ന സ്വർണം വിറ്റ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കും. കഴിഞ്ഞ ദിവസം ചേട്ടനും അനിയനും മലപ്പുറം എടക്കര മേഖലയിൽ ഒരു പകൽ മാത്രം നിരവധി സ്ത്രീകളുടെ സ്വർണം കവർന്നു. കേസിൽ 2 പേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് പിടിയിലായ തോമസ്. പട്ടാപ്പകൽ എടക്കരയിലും ചുങ്കത്തറയിലും സ്ത്രീകളുടെ ആഭരണങ്ങൾ കവർന്ന് കടന്നുകളഞ്ഞ പ്രതികളെ മണിക്കൂറുകൾക്കകമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചുങ്കത്തറ പൂക്കോട്ടുമണ്ണയിലെ ആനാടത്തിൽ തോമസ് എന്ന ജോമോൻ, സഹോദരൻ മാത്യു എന്ന ജെയ്മോൻ എന്നിവരെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ 8:30 എടക്കര സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്ന മെട്രോ ടവറിലെ ശുചീകരണ തൊഴിലാളി കന്നപ്പള്ളി ഖദീജയുടെ മാലയാണ് ഇവർ ആദ്യം കവർന്നത്. എന്നാൽ ഇത് മുക്കുപണ്ടമായിരുന്നു. ഇതിനുശേഷം ചുങ്കത്തറ കളക്കുന്നിലെ പുതുക്കോട്ടിൽ സരോജിനി എന്ന 72-കാരിയുടെ 1 പവൻ വരുന്ന മാല കവർന്നു. ബൈക്കിൽ ഹെൽമറ്റും മുഖംമൂടിയും ധരിച്ചെത്തിയാണ് പ്രതികൾ കവർച്ച നടത്തിയത്. തോമസ് മാല പൊട്ടിക്കുമ്പോൾ മാത്യു ബൈക്കിൽ പുറത്ത് കാത്തു നിൽക്കുകയാണ് ചെയ്തിരുന്നത്. പോലീസ് ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ 3 സ്ക്വാഡുകളായി തിരിഞ്ഞ് പ്രതികൾ സഞ്ചരിച്ച വഴികളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചു. രാത്രിയോടെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിനിടയിൽ കളക്കുന്നിലെ വീട്ടമ്മയുടെ മാല കവർന്നത് മഞ്ചേരിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി 65,000 രൂപയ്ക്ക് തോമസ് പണയം വെച്ചിരുന്നു. ഈ തുക ഓൺലൈൻ ട്രേഡിംഗ് വഴി നിക്ഷേപമാക്കുകയും ചെയ്തു. സ്വന്തം കാറും ബൈക്കുമുള്ള പ്രതികൾ സുഹൃത്ത് മുഖേന സംഘടിപ്പിച്ച ബൈക്കാണ് കവർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. തോമസിന്റെ പേരിൽ നേരത്തെ എറണാകുളത്ത് 11 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചതിന് റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SIമാരായ P. ജയകൃഷ്ണൻ, M. അസൈനാർ, S. സതീഷ് കുമാർ,
ഗ്രേഡ് SI അജിത് കുമാർ, SCPOമാരായ വി അനൂപ്, സജീവ്, നിഷാദ്, അഖിൽ, CPOമാരായ കൃഷ്ണദാസ്, സുബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 2 കേസുകളിലും തെളിവെടുപ്പിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. കൊല്ലം അഞ്ചൽ സ്വദേശി അപ്പൂസിന് പ്രിയം ഹീറോ ഹോണ്ട ബൈക്കുകളാണ്. അതെവിടെ കണ്ടാലും ഇയാൾ മോഷ്ടിക്കും. ഇത്തരം ബൈക്കുകളുടെ പൂട്ട് പൊളിക്കാൻ അതിവിദഗ്ധനാണ് ഈ ചെറുപ്പക്കാരൻ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പ്രദേശങ്ങളിൽ നിന്ന് മാത്രം നിരവധി ബൈക്കുകളാണ് അപ്പൂസ് മോഷ്ടിച്ചത്. നിരവധി കവർച്ചാ കേസുകൾ പ്രതിയായ അപ്പൂസ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ടവർക്കൊപ്പമായിരുന്നു പിന്നീടുള്ള കവർച്ച. കേസിൽ അപ്പൂസ് എന്ന വിജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലുടനീളം കറങ്ങി നടന്ന ഹെൽമറ്റും മാസ്കും ധരിച്ച് ബൈക്ക് മോഷണം നടത്തുന്നതാണ് പ്രതി വിജിൻ ബിജുവിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ജനുവരിയിൽ വെമ്പായത്ത് ബാറിന് മുന്നിൽ നിന്നും കൊപ്പം സ്വദേശി ഗോപകുമാറിന്റെ ബൈക്ക് മോഷണം പോയ കേസിലും കഴിഞ്ഞ മാസം 29-ന് തേമ്പാമൂട് സ്വദേശി ഷിജുവിന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിലുമാണ് അറസ്റ്റ്. ഓഗസ്റ്റ് 4-ന് രാത്രി 11 മണിക്ക് ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി സുനിലിന്റെ വീടിന്റെ മുൻവശം പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകവേ കടയ്ക്കാവൂർ പോലീസ് തടഞ്ഞെങ്കിലും പ്രതി വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു. അന്നുപേക്ഷിച്ച വാഹനത്തിൽ നിന്ന് ശേഖരിച്ച വിരൽ അടയാളവും പ്രതിയുടെ വിരലടയാളവും ഒന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ കേസിലും വിജിൻ ബിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മാസ്കും ഹെൽമറ്റും സമയം ധരിച്ചിട്ടാണ് മോഷണം നടത്താൻ വേണ്ടി പോകാറുള്ളത്. ഇപ്പോൾ ഈ തേമ്പാമൂട് നടന്ന മോഷണത്തിന്റെ CCTV വിഷ്വൽസിൽ നിന്ന് നമ്മൾ ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ വിഷ്വൽസ് കണ്ടാൽ അറിയാം. സ്വന്തം വണ്ടി പാർക്ക് ചെയ്തിരുന്ന് എടുത്തുകൊണ്ട് പോകുന്ന പോലെ വളരെ നിസ്സാരമായിട്ടാണ് വന്ന നിമിഷനേരങ്ങൾക്ക് ഒരു മടിയോ അറപ്പോ കൂടാതെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അവരുടെ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളാണ്. ഈ ഹെഡ്ലൈറ്റിന്റെ അടിയിലുള്ള പ്ലഗ് അൺപ്ലഗ് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രത്യേക വൈദഗ്ധ്യം ഇയാൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ മോഷണങ്ങളും ആ രീതിയിലാണ് നടത്തി വരുന്നത്. മോഷണം ചെയ്ത വാഹനം കൊണ്ടുപോയി സിറ്റിയിലും ഒക്കെ കൊണ്ടുപോയി പണയപ്പെടുത്തുകയും വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തേമ്പാമൂടത്തെ മോഷണം മുതൽ സഹിതമാണ് ഇപ്പോൾ നമ്മൾ ഈ ശംഖുമുഖത്തുനിന്ന് പ്രതിയെത്തിയത്. ഹീറോ ഹോണ്ട ബൈക്കുകളാണ് സ്ഥിരമായി പ്രതി മോഷ്ടിക്കുന്നത്. ഇഗ്നിഷൻ പ്ലഗ് ഊരി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഇയാൾ മോഷണ വാഹനങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്യും. മോഷ്ടിച്ച ബൈക്ക് കരമനയിൽ വിൽക്കാൻ ശ്രമിക്കവെയാണ് തൊണ്ടി മുതൽ സഹിതം പ്രതി വെഞ്ഞാറമൂട് പോലീസിന്റെ വലയിലായത്. നൂർനാട്, പേരൂർക്കട, ശ്രീകാര്യം, തമ്പാനൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ മുൻപ് ബൈക്ക് മോഷണ കേസുകളിൽ വിജിൻ അറസ്റ്റിലായിട്ടുണ്ട്. ജയിലിൽ പോകവെ പരിചയപ്പെട്ട മറ്റ് 2 പ്രതികളുമായി ചേർന്നാണ് ആറ്റിങ്ങലിൽ ബൈക്ക് മോഷണം നടത്തിയത്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാം, SI മാരായ സജിത്ത്, ഷാജി, CPOമാരായ നിയാസ്, ശ്രീകാന്ത്, നജിം ഷാ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 വെഞ്ഞാറമൂട്. നമ്മുടെ നാട്ടിൽ സിസ്റ്റത്തിന്റെ പിഴവ് കാരണം നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആശുപത്രി അധികൃതരുടെ വീഴ്ചയാകാം, അല്ലെങ്കിൽ ചികിത്സ കിട്ടുന്നതിലെ കാലതാമസമാകാം. അത്യാസന്ന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ആംബുലൻസുകൾ പോലും ആവശ്യ സമയത്ത് കിട്ടാത്തത് ആരുടെ വീഴ്ചയാണ്? തൃശ്ശൂരിൽ കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് പൊഴിഞ്ഞു വീണ യുവാവിനെ അരമണിക്കൂറാണ് മുളകുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത്. ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്തിന്റെ മരണത്തിൽ റെയിൽവേക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. തിങ്കളാഴ്ച പുലർച്ചെ മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസ് ഷൊർണൂർ പിന്നിട്ടതോടെയാണ് ശ്രീജിത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഹെൽപ്പ് ലൈൻ നമ്പറായ 112-ലും TTAയും വിവരം അറിയിച്ചു. തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പില്ലെന്ന് മറുപടി. ഇതിനിടെ ആരോഗ്യസ്ഥിതി മോശമായി. സഹ TTമാരെ വിളിച്ചു വരുത്തി. മൂവരും കൂടിയാലോചിച്ച് ട്രെയിൻ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിച്ചു. ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും വിവരം അറിയിച്ചു. ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ആംബുലൻസ് പോയിട്ട് സ്ട്രെച്ചർ പോലും സ്റ്റേഷനിലുണ്ടായില്ല. ശ്രീജിത്തിനെ കയ്യിൽ വാരിയെടുത്ത് പകുതി ദൂരം എത്തിച്ചപ്പോഴാണ്
ഒരു വീൽ ചെയർ തന്നെ കിട്ടിയത്. പിന്നീട് അരമണിക്കൂറോളം നേരം ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നു. ഇതിനിടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും ട്രെയിനിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറും CPR അടക്കം നൽകി. പക്ഷേ ആംബുലൻസ് എത്തിയപ്പോഴേക്കും നില തീർത്തു മോശമായി. നന്നായിട്ട് വലച്ചുണ്ട്. അവര് നേരത്തിന് ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിട്ട് അവിടെ അവർ ഇൻഫോം ചെയ്തെന്നാണ് പറയണത്. 2 മണിക്കൂറോളം മുളകുന്നത്തുകാവ് അവിടെ ഒരു ആംബുലൻസിനായിട്ട് വെയിറ്റ് ചെയ്തു. 10 മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂർ വൈകി എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. പരാതികളുണ്ട്. ആ കുട്ടി കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്കും പരാതിയുണ്ട്. ഞങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. അത്രയും പെട്ടെന്ന് എൻ്റെ മോനെ എത്തിച്ചെന്നുണ്ടെങ്കിൽ ആ കുട്ടി പറഞ്ഞു, നിങ്ങളോട് പറ്റി പറഞ്ഞു, അമ്മ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. അതൊക്കെ മാത്രം ഞങ്ങൾക്ക് ഇതിൽ പരാതിയുണ്ട്. ആംബുലൻസ് പോലും കിട്ടിയില്ല. പോലീസിനോടും പറഞ്ഞിട്ട് അത് ചെയ്തില്ല. അവർ ഇത് ഒരു അരമണിക്കൂർ മുന്നേ എത്തണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേനെ പറഞ്ഞു. അപ്പം ഈ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായി. ആള് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. ആള് വരെ പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു വണ്ടി വേഗം വിളിച്ച് ആളെ കൊണ്ടുവന്നാക്കാൻ. ഉദ്യോഗസ്ഥൻ ആസയിൽ പൊലിഞ്ഞത് ഒരു ജീവനാണ്. സംഭവത്തിൽ റെയിൽവേക്കടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. ന്യൂസ് 18 തൃശൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ SIT അന്വേഷണം തുടങ്ങി. ദേവസ്വം ആസ്ഥാനത്തെത്തി ഫയലുകൾ പരിശോധിച്ച സംഘം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടും രേഖകളും കൈപ്പറ്റി. മുൻവിരോധം കാരണം സൈനികനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി കൊല്ലം കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. നിരവധി കേസുകളിൽ പ്രതിയായ BD കിച്ചു എന്ന ഉമയനല്ലൂർ സ്വദേശി വിനീതാണ് പിടിയിലായത്. കണ്ണൂർ വളപട്ടണം പാലത്തിനടുത്ത ട്രാഫിക് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ SIക്ക് നേരെ കാർ ഓടിച്ചു കയറ്റി അപായപ്പെടുത്താൻ ശ്രമിച്ച 2 യുവാക്കൾ റിമാൻഡിൽ. വളപട്ടണം SI TM വിപിന് നേരെ ആക്രമണം നടത്തിയ പഴയങ്ങാടി മാടായി സ്വദേശി ഫായിസ്, മാട്ടൂൽ സ്വദേശി നിയാസ് എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 116 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി കണ്ടാൽ പണിപാളും. എന്നാൽ മദ്യക്കുപ്പി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു കാഴ്ച കാണാം. മദ്യപിച്ച് ലക്കുകെട്ട് ദേ ഇരിക്കുന്നത് KSRTC കണ്ടക്ടറാണ് കേട്ടോ. ഈരാറ്റുപെട്ട കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിലെ കണ്ടക്ടർ കുമാർ ബദലിയാണ് ജോലിക്കിടെ മദ്യപിച്ചത്. യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പാലക്കാട് വെച്ച് ഇയാളെ വിജിലൻസ് കയ്യോടെ പിടികൂടി. പിന്നീട് കണ്ടക്ടറെ മാറ്റിയാണ് യാത്ര തുറന്നത്. ജീവനക്കാർ കുടിവെള്ള കുപ്പി കൈവശം കരുതിയാൽ നടപടിയെടുക്കുന്ന മന്ത്രി ആദ്യം ഈ രീതിയിൽ ജോലിക്കിടെ കള്ളുകുടിച്ച് കൂത്താടുന്ന ജീവനക്കാരെ മര്യാദ പഠിപ്പിക്കുക. എന്നിട്ട് മതി മന്ത്രിയുടെ ഷോ ഓഫ് ഒക്കെ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.